പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ജാപ്പനീസ് ഫുഡാണ്, ജാപ്പനീസ് ബാർബിക്യൂ. നമ്മൾ ജാപ്പനീസ് ബാർബിക്യൂവിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു മൺചട്ടി കാണും. നമ്മൾ അതിലേക്ക് അവർ തീ കനൽ കൊണ്ടുവെക്കും. എന്നിട്ട് അതിന് മുകളിൽ ഗ്രില്ലും വെക്കും. നമ്മൾ തന്നെയാണ് നമ്മുടെ ഫുഡ് കുക്ക് ചെയ്യാൻ കഴിക്കുന്നത്. അതായത് അവർ മീറ്റ്, വെജിറ്റബിൾസ് എല്ലാം തരും. നമ്മൾ ആ ഗ്രില്ലെ വെച്ച് നമുക്ക് തന്നെ അത് കുക്ക് ചെയ്ത് കഴിക്കാം. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു എക്സോസ്റ്റ് ഫാനാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വരുന്ന പുക ആ റൂമിൽ ഫില്ല് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ എക്സോസ്റ്റ് ഫാന് ആ പുക ഫുള്ള് വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മുടെ ഗ്രില്ല് ഏകദേശം ചൂടായിട്ടുണ്ട്. നമ്മൾ മീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം കിട്ടിയത് ഒരു ഫിഷാണ്. ആ ഫിഷ് എന്ന് വെച്ചാൽ നമ്മൾ നെത്തോലി ഒക്കെ പോലത്തെ ഒരെണ്ണമാണ്. അതിൻ്റെ മുള്ളിന് അത്രയ്ക്ക് വലിയ കട്ടിയൊന്നുമില്ല, നമുക്ക് ഫുള്ളായിട്ട് കഴിക്കാം. പിന്നെ അതിൻ്റെ വയറ്റിൽ നിറച്ചും മുട്ടയുള്ളൊരു മീനാണ്. അപ്പം നമ്മൾ ആദ്യം അതാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫിഷിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ആ ഗ്രില്ല് അത്രയ്ക്ക് ചൂടായതുകൊണ്ട് അതിലേക്ക് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് തിരിക്കണം, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ച് അത് മീൻ പൊട്ടിപ്പോകുമെന്ന് വെച്ചാൽ അത് എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തില്ല. രണ്ടാമത് നമുക്ക് കിട്ടിയത് ബീഫ് സ്ലൈസാണ്. ആ ബീഫ് സ്ലൈസും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 20 സെക്കൻഡ്സ് 30 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിക്കുക. അങ്ങനെ തിരിച്ച് മറിച്ച് കിട്ടില്ലെങ്കിൽ അതിലൊട്ടിപ്പോവും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ സോസ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സാൽമൺ സാലഡാണ്. അത് ഇച്ചിരി സ്പൈസിയാണ്. ഇത് ബീഫിൻ്റെ നാക്കാണ്. അത് ഭയങ്കര സ്പൈസി ആയിട്ടൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്തേക്കുന്നതാണ്. നമുക്ക് ബീഫ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ബീഫ്, ഫിഷ്, പോർക്ക്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആയിരുന്നു. ഇത് ബീഫ് സ്ലൈസാണ്. അതിലൊരു പീസ് നിങ്ങൾക്ക് കാണാം, അത് കുക്കായിട്ടില്ല, അതിപ്പം ലാസ്റ്റ് ഇട്ടതാണ്. ബാക്കിയെല്ലാം ഏകദേശം നമുക്കതെടുത്ത് കഴിക്കാൻ പാകത്തിനായി. ഇത് പോർക്ക് റിബ്സാണ്. പോർക്ക് റിബ്സും നമുക്ക് ഒത്തിരി നേരം അത് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തില്ലെങ്കിൽ അത് അത്രയ്ക്ക് റെഡിയാകത്തില്ല. അപ്പം ചൂട് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം അതിനകത്ത് ചെയ്യണം. നമുക്കങ്ങനെ ചൂട് കുറഞ്ഞു ഒത്തിരി നേരം വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറയുവാണെങ്കിൽ അവർ പുതിയ കനൽ നമുക്ക് കൊണ്ടുതരും. അപ്പം ഡിന്നർ ഏകദേശം കഴിഞ്ഞു. നമ്മൾ അവരോട് പറഞ്ഞു നമ്മൾ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പം അവരെ കനലെല്ലാം എടുത്ത് മാറ്റി. നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞു. ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബില്ല് ഏകദേശം 1816 ബാത്താണ്.